അങ്ങനെ ജയിച്ചു തുടങ്ങിയ മുംബൈ രണ്ടാം മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങി. അങ്ങനെ ടോസ് കിട്ടിയത് അക്ഷർ പട്ടേലായിരുന്നു, അല്ലെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനായിരുന്നു. അവരുടെ നല്ലൊരു ഡിസിഷനായിരുന്നു ബോളിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ആ പിച്ച് കണ്ടീഷൻ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ മനസ്സിലാവാത്തത് സമീർ റിസ്വിയും അതോടൊപ്പം തന്നെ 10 ദിവസം വേറെ ഏതോ ഗ്രൗണ്ടിലാണ് ബാറ്റ് ചെയ്യുന്നത് തോന്നുന്നു. കാരണം സമീർ റിസ്വി ഇൻ ഡൽഹി വേറൊരു ലെവലായി മാറിക്കൊണ്ടിരിക്കുന്നു. അതെ. ഇനിയിപ്പോൾ ഡൽഹിയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ബോളിംഗ് ആയിരുന്നു ഡൽഹി കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൽ കുൽദീപ് യാദവ് മാത്രം കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആയി, അതായത് 10 മേലെ എക്കോണമി ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മുംബൈ നന്നായിട്ട് തന്നെ വരിഞ്ഞു മുറുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. പിന്നെ ഹർദിക് ഇല്ലാതിരുന്ന അവരെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം ഹർദിക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവർക്ക് സ്കോർ ചെയ്യായിരുന്നു ഫസ്റ്റ് ഇന്നിംഗ്സിൽ. ചിലപ്പോൾ ഒരു 10-20 റൺസ് കൂടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ കുറച്ചുകൂടി പാടായിരുന്നു ബാറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്ലോവേഴ്സ് നന്നായിട്ട് തന്നെ ഡൽഹി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ലുങ്കി ഇങ്കേഡി, അതെ പുള്ളിയുടെ ആ ഒരു ഇത് കഴിഞ്ഞ മാച്ചിൽ നിക്കോളസ് പൂരാനെ ഔട്ടാക്കിയതും സെയിം ആ ഒരു സ്റ്റൈൽ ഓഫ് ബോളിംഗ് ആയിരുന്നു. അതായത് പുള്ളി ആ വേൾഡ് കപ്പ് തൊട്ട് പുള്ളി കറക്റ്റ് ഒരു പാറ്റേണിലാണ് ഫോളോ ചെയ്ത് വരുന്നത്. കറക്റ്റായിട്ട് വിക്കറ്റുകൾ എടുത്തു കൊടുക്കുന്നത് ടീമിനെ സംബന്ധിച്ച് ഭയങ്കര ഗുണമാണ്. ഇനിയിപ്പോൾ സ്റ്റാർ കൂടെ വന്നു കഴിഞ്ഞാൽ ബോളിംഗ് സൈഡ് ഏത് ലെവൽ ഒന്നും കൂടെ സ്ട്രോങ് ആവുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. പിന്നെ വേറെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയുടെ തുടക്കം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു പണി പാടും. നിതീഷ് റണ്ണൗട്ട് അല്ലെ KL രാഹുലിന്റെ വിക്കറ്റ്. അത് കഴിഞ്ഞപ്പോൾ 10 ദിവസം ഒരു സൈഡിൽ നിന്ന് എന്തൊരു ഈസി ആയിട്ടാ പുള്ളി ബാറ്റ് ചെയ്യുന്നത്. അത് സമീർ റിസ്വിയും ഭയങ്കര അടിപൊളിയാണ്. സമീർ റിസ്വി കുറച്ച് ബോളുകളൊന്ന് കളിച്ചിട്ടാണ് പിന്നെയാണ് അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത്. എത്ര അടിപൊളിയായിട്ട് ഫസ്റ്റ് ഇന്നിംഗ്സിൽ മുംബൈ ഇന്ത്യൻസിന് അങ്ങനെ ആർക്കും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഒരു നല്ല കിടില സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. ഇപ്പം രോഹിത് ശർമ്മ നോക്കിക്കഴിഞ്ഞാൽ 130-134 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു. 26 ബോൾ 35. പുള്ളി ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്താണ് പുള്ളിയുടെ വിക്കറ്റ് വീണത്. ആൻഡ് ഓൾസോ അക്ഷർ പട്ടേലിനാണ് അവർ വിക്കറ്റ് കിട്ടിയത്. നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷർ പട്ടേലിന്റെ എഗനിസ്റ്റ് കുറച്ച് വീക്കാണ് രോഹിത് ശർമ്മ എന്നുള്ളത്. ഇപ്പോൾ മുംബൈയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മായങ്ക് മാർക്കണ്ടെ, ശാർദുൽ താക്കൂർ, കോർബിൻ ബോഷ് ഇവരുടെ ഒക്കെ എക്കോണമി ഹൈ ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അസുഷൽ ബൂംറ ഒന്നും പറയാനില്ല. ബൂംറ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. കാരണം ഏതൊരു പിച്ച് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലും ബൂംറയുടെ ആ ഒരു 4 ഓവർ സ്പെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. അത് ഏത് ടീമിനെ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കും. എൻഡ് ഓഫ് ദ ഡേ വിജയം ഇവർക്ക് തന്നെ ആയിപ്പോയി. ആൻഡ് ദീപക് ചഹറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല എക്കോണമിയിലാണ് ആളും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 10 ദിവസം എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു പിച്ച് കണ്ടീഷനിൽ ഇങ്ങനെ ബാറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുറച്ച് സെക്കൻഡ് ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ കുറച്ചൊന്ന് പിച്ചിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൽഹിയിൽ നമ്മൾ സാറിന് കാണുന്നത് ഇപ്പോൾ പിച്ചസ് അല്ല എന്ന് കണ്ടിട്ടില്ല. സാറിന് കുറച്ചൊരു 200 റേറ്റ് ആണ് പറയാറുള്ളത്. ഇപ്പോൾ മുംബൈന്റെ ഈ തോൽവി മുംബൈക്കൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ചെന്നൈയോട് തോറ്റു തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2 മാച്ച്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് ഇപ്പോൾ. ഓക്കെ, ബൈ ഗൈസ്, ബൈ.